കൊതിച്ചതും മറന്നുവോ? മൂകരാവിൻ വിരൽ പാത തന്നിൽ ഈ കൺകോണിലാണെന്റെ ലോകം. അതിലെ ഒന്നിച്ചു സഞ്ചാരമായി അടങ്ങിടാതുള്ളിൽ തുടിച്ചതും കവർന്നുവോ? പറഞ്ഞു തീരാനായി കൊതിച്ചതും മറന്നുവോ? നിറയെ വാർത്തകൾ ചൊല്ലിടുന്ന പോൽ അരികിൽ നിന്നു നീ പതിയെ നോക്കിയോ? കവിത പോലെ നിൻ കാതിലോതുവാൻ മനസ്സുവരികളായി കരുതി വച്ചുവോ? ശാന്തമീ നിലാവിനൊളിയിലീ വഴി വീണിടും കുളിർത്തരേ കൺകളിൽ മൂകരാവിൻ വിരൽ പാത തന്നിൽ ഈ കൺകോണിലാണെന്റെ ലോകം. അതിലെ ഒന്നിച്ചു സഞ്ചാരമായി നിലാവിലെല്ലാമേ അറിഞ്ഞിടാതലിഞ്ഞുവോ? പറഞ്ഞു തീരാനായി കൊതിച്ചതും ഞാൻ തന്നെ അല്ല, കഥ, തിരക്കഥ, സംഭാഷണം, സംവിധാനം, അഭിനയം ഒക്കെ ഞാൻ തന്നെ. ഹലോ, അതെ, അഷ്ടമംഗലം ഉണ്ടെങ്കിൽ എടുത്താൽ മതി, ബാക്കിയൊക്കെ അവിടെ ഉണ്ടാവും എന്നാ അനിലേട്ടൻ പറഞ്ഞത്. അയ്യോ, അതെങ്ങനെയോ ഇതെങ്ങനെയോ പകലുകൾ തീരാതെ പുതുമഴ തോരാതെ തിരുച്ചിറകറിയാതെ ഒന്നാകുന്നേ പല നിറമകലുന്നേ പുതുനിറമുണരുന്നേ ഒരു സ്വരമുയരുന്നേ നെഞ്ചിൽ താനേ. അതായിപ്പോ വേണ്ട. എങ്ങനെ എങ്ങനെ വേണ്ടോ? ഇല്ല, ഇപ്പില്ല. ആകെ ഒരേ ഒരു ടെൻഷനേ ഉള്ളൂ. അപ്പൊ ഒരു കുറച്ച് മതി പറഞ്ഞോണ്ടാ ഞാൻ പോണ വഴിക്ക് വാങ്ങണോ? നമ്മളെ വീടല്ല. ചെക്കനെ കുറിച്ച് പറഞ്ഞാൽ ഇന്നെ പോലെയല്ല, എല്ലാവർക്കും ഇന്നെയാണ് പേടി. ചെക്കൻ പാവാണെന്ന് എല്ലാരും പറഞ്ഞു, പക്ഷെ വെറുതെയാണ്. ഞാൻ ഭയങ്കര മെച്ചുവേർഡ് ആയിട്ടുള്ള കുട്ടിയാണെന്നാണ് എല്ലാരും പറയുന്നത്. ആരെ പറഞ്ഞു? ചെക്കൻ്റെ വീട്ടുകാർ. ചെക്കനാണ് പാവം, ഞാൻ മെച്ചുവേർഡാണ്. ഇതുണ്ട് മേക്കപ്പ് പൊളിച്ചു വേടാ. എന്തെന്ത് മേക്കപ്പ് പൊളിച്ചു
ചെക്കൻ്റെ വീട്ടുകാർ കാണുമ്പോൾ പെണ്ണി ഞാൻ എന്താ പറയും അല്ലാതെ കണ്ട പല്ല് എനിക്കുണ്ടെങ്കിൽ പറയണം കേട്ടോ. ഇടയ്ക്ക് അത്ര കാണിക്കണ്ടെന്ന്. എന്ത് പല്ല് വയസ്സായപ്പോൾ പല്ല് കൊഴിഞ്ഞില്ല എന്നല്ലേ ഉദ്ദേശിച്ചത്. പകലുകൾ തീരാതെ പുതുമഴ തോരാതെ ഒരുപാട് കാലത്തെ ഫ്രണ്ട്ഷിപ്പാണ്. നെക്സ്റ്റ് ഭയങ്കര എപ്പോഴും ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നല്ല സ്മാർട്ടായിട്ടുള്ള എല്ലാ കാര്യത്തിലും ഓടി നടക്കണ ഭയങ്കര സുന്ദരിയായിട്ടുള്ള ഇന്നത്ര നല്ല സ്വഭാവത്തിനൊരു ഉടമ വേറെ ഇല്ലാത്തൊരു. ഇന്ന് നമ്മളെ ശില്പേന്റെ എൻഗേജ്മെന്റ് ആണ്. ഒരുപാട് എക്സൈറ്റഡ് ആയിട്ട് കാത്തിരുന്നൊരു ദിവസമാണ്. അതെ അതെ, കുറെ കാലമായി നമ്മളെ ഡ്രസ് ചെയ്തെടുക്കണം, അവൾക്ക് എന്തെടുക്കണം. അതെ അതെ, ഞാനും ശില്പേൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞങ്ങൾ കുറേ നാളായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പാണ്. ഇയേഴ്സ് ആൻഡ് ഇയേഴ്സ്. നമ്മൾ കോളേജ് ഫസ്റ്റ് ഇയർ തൊട്ടിട്ടുള്ള ഫ്രണ്ട്സാണ്. അപ്പോൾ അവളുടെ ആ ഒരു ബിഗ് ഡേക്ക് വേണ്ടിയിട്ട് കുറേ കാലമായിട്ട് കാത്തിരിക്കുകയായിരുന്നു. ശില്പ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരാളാണ് കേട്ടോ. നമ്മൾ എത്ര ഡെസ്പായിട്ടിരിക്കുന്ന ഒരു കണ്ടീഷനിലും ശില്പേൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ അത് വളരെ അവൾ പോസിറ്റീവാണ്. എല്ലാത്തിനും ഒരു സൊല്യൂഷൻ അവളുടെ അടുത്ത് ഉണ്ടായിരിക്കും. അതാണ് അവളുടെ ഞാൻ ഏറ്റവും കണ്ടിട്ടുള്ള ഒരു പോസിറ്റീവായിട്ടുള്ളൊരു കാര്യം. പിന്നെ പണികൾ ഇങ്ങനെ ചോദിച്ചു വാങ്ങി ആത്മാർത്ഥതയുടെ നിറകുടമാണ്. അതാണ്, എന്ത് പണിയും ചോദിച്ചു വാങ്ങി എരന്ന് വാങ്ങി പണിയെടുക്കുന്ന ഒരാളാണ് ശില്പ. ഇതുവരെ നല്ല രസമായിരുന്നു, ഒരുങ്ങുക, ഫോട്ടോ എടുക്കുക. പക്ഷേ ഇനി എൻഗേജ്മെൻറ്റ് രസമില്ല, ടെൻഷൻ, വേറെന്താ പറയുള്ളൂ, ഒന്നുമില്ല. അപ്പോൾ ഞാൻ കല്യാണ നിശ്ചയത്തിന് പോവാണ്. എൻ്റെ സ്വന്തം കല്യാണ നിശ്ചയത്തിന് പോവാണ്. നിശ്ചയം കഴിച്ചിട്ട് വരാം, അല്ലാതെ എന്താ പറയുക. ജീവാംശമായി താനേ നീ എന്നിൽ കാലങ്ങൾ മുന്നേ വന്നു. ആത്മാവിനുള്ളിൽ ഈറൻ തൂമഞ്ഞായി തോരാതെ പെയ്തു നീയേ. പൂവാടി തേടി പറന്നു നടന്ന ശലഭമായി നിൻ കാൽപ്പാടു തേടി അലഞ്ഞു ഞാൻ. ആരാരും കാണാ മനസ്സിൻ ചിറകിലൊളിച്ച മോഹം പൊൻപീലിയായി വളർന്നീതാ. മഴ പോലെ എന്നിൽ പൊഴിയുന്നു, നേർത്ത വെയിലായി വന്നു മിഴിയിൽ തൊടുന്നു പതിവായി നിന്നനുരാഗം. ഒരു കാറ്റ് പോലെ പുണരുന്നു നെഞ്ചിൽ, നിള പോലെ കൊഞ്ചി ഒഴുകുന്നിതെന്നു മഴകേ ഈ അനുരാഗം. ഓരോ രാവും പകലുകളായിതാ, ഓരോ നോവും മധുരിതമായിതാ. നിറമേഴിൻ ചിരിയോടെ ഒളിമായ മഴവില്ലായി ഇനി എൻ വാനിൽ തിളങ്ങി നീയേ. മഴ പോലെ എന്നിൽ പൊഴിയുന്നു, നേർത്ത വെയിലായി വന്നു മിഴിയിൽ തൊടുന്നു പതിവായി നിന്നനുരാഗം. ഒരു കാറ്റ് പോലെ പുണരുന്നു നെഞ്ചിൽ, നിള പോലെ കൊഞ്ചി ഒഴുകുന്നിതെന്നു മഴകേ. എൻ്റെ മകൻ്റെ കല്യാണ നിശ്ചയത്തിലാണ് ശില്പയും ഇവരായിട്ടുള്ള കല്യാണം, അതിൻ്റെ സമ്മതം ചോദിക്കാനും നിശ്ചയത്തിനുമായിട്ടാണ് നിങ്ങൾ എത്തിയിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾക്ക് സമ്മതമാണ്. കാര്യങ്ങളൊക്കെ സംസാരിക്കാണ് നമ്മൾ കണ്ടത്. ഗുരുവായൂർ വെച്ചിട്ട് കല്യാണം, ഡിസംബർ 27 ഗുരുവായൂർ വെച്ച് കല്യാണം. പിന്നെ കത്തിൽ പറയും. പിന്നത് പറയാൻ മാത്രം ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടുള്ളത്
അത് കഴിഞ്ഞ് 1-ാം തീയതിക്കാണ് ഇപ്പോൾ ഇവിടെ ഞങ്ങളൊരു ഇത് വെച്ചിട്ടുള്ളത്. 1-ാം തീയതി ജനൽപടിമേലെ ചുമരുകളാകെ വിരലാൽ നിന്നെ എഴുതി ഇടവഴിയാകെ അലഞ്ഞൊരു കാറ്റിൽ നീയാ ഗന്ധം തേടി ഓരോ വാക്കിൽ ഒരു നദിയായി നീ, ഓരോ നോക്കിൽ ഒരു നിലവായി നീ, തിരപാടും കടലാകും തളിരോമൽ മിഴിയാഴം തിരയുന്നു എൻ മനസ്സുമല്ലേ. അപ്പോൾ ഇവിടെ ചടങ്ങ് നടന്നിരിക്കുകയാണ്. നിങ്ങൾ അവിടെ ദൂരെ ഇരിക്കുന്നവർക്കൊന്നും ഇവിടുന്ന് കേൾക്കാത്തതുകൊണ്ട് ആ കാര്യങ്ങളൊന്ന് പറയുകയാണ്. കോഴിക്കോട് ടൗണ് തന്നെ, കോഴിക്കോട് ആ സ്ഥലത്തേക്ക് ഉളാടിക്കുന്നിൽ കൃഷ്ണകൃപയിൽ, അമ്പലപ്പടി അടുത്ത് കൃഷ്ണകൃപയിൽ മുരളീധരൻ നായരുടെയും രാധാവിയുടെയും മകൻ ദിബിനും, മഞ്ചേരി നറുകരയിൽ ചോലക്കുഴിയിൽ മാധവൻ നായരുടെയും പള്ളിക്കുത്ത് പള്ളിക്കുത്ത് മനോരമയുടെയും മകൾ ശില്പയും തമ്മിലുള്ള വിവാഹ നിശ്ചയം ആണ് ഇപ്പോൾ ഞങ്ങളിവിടെ പറഞ്ഞ് തീരുമാനിച്ചിട്ടുള്ളത്. അത് സദസ്സിൽ അവിടെ കേൾക്കാത്തതുകൊണ്ട് അങ്ങോട്ട് പറയുകയാണ്. ഡേറ്റ് 28 ഡിസംബർ 28, 2024 ഡിസംബർ 28-നാണ് വിവാഹം നിശ്ചയിച്ചിട്ടുള്ളത്. അത് ഗുരുവായൂർ ക്ഷേത്ര നടയിൽ വെച്ചിട്ട് വിവാഹം നടത്താനാണ് തീരുമാനിച്ചിട്ടുള്ളത്. അത് കഴിഞ്ഞ് പോകുന്നവർ അവിടെ ചടങ്ങിലെല്ലാം പങ്കെടുത്തിട്ട് അന്ന് തിരിച്ചു പോകുന്നു. പിന്നെ അവർ 29-ന് അവർ അവിടെ റിസപ്ഷൻ നടത്തുന്നു. ഇവിടെ നമ്മൾ റിസപ്ഷൻ വെച്ചിട്ടുള്ളത് 1-ാം തീയതിയാണ്, ജാനുവരി 1-ന്. എന്റെ മാത്രം പെൺകിളി എന്നും നീ എൻ സ്വന്തമേ, ഒന്നു നൂലിൽ 2 ജീവൻ ഒന്നു ചേരുന്നേ, മഞ്ഞുനീരിൻ തുള്ളിയായി പെയ്യുമെങ്കിൽ മെല്ലെ നീ, കണ്ണുനീരും പുഞ്ചിരിപ്പൂ ചില്ലയാകുന്നേ, മിഴികളിൽ കനവായി ഒരു നിലാത്തിരിയായി, പ്രണയവാർമുകിലായി നീ എന്നിലാകെ എന്നും മിന്നി നിൽക്കില്ലേ, ഉരുകുമീ വെയിലിൽ ഉതിരുമാ മഴയിൽ, ഇവനു നീ കുടയായി എന്നും ചേരുകില്ലേ, ഓമൽ പെൺമണി പൂവേ, എന്റെ മാത്രം പെൺകിളി എന്നും നീ എൻ സ്വന്തമേ, ഒന്നു നൂലിൽ 2 ജീവൻ ഒന്നു ചേരുന്നേ. ബാല്യകാല പൊയ്കയിൽ നീ ഏതോ നാളിൽ വല്ലിയാമ്പൽ ചെണ്ടുപോലെ താനേ വന്നേ, കാണാൻ കൊതിച്ചേ നിന്നെ ഞാനാ മുഖത്തു ചന്തം, കാലം കടന്നേ മെല്ലെ മോഹം വളർന്നേ പെണ്ണേ, അന്നുമെന്നും നെഞ്ചിനുള്ളിൽ നീയേ മാത്രം. എന്റെ മാത്രം പെൺകിളി എന്നും നീ എൻ സ്വന്തമേ, ഒന്നു നൂലിൽ 2 ജീവൻ ഒന്നു ചേരുന്നേ, മഞ്ഞുനീരിൻ തുള്ളിയായി പെയ്യുമെങ്കിൽ മെല്ലെ നീ, കണ്ണുനീരും പുഞ്ചിരിപ്പൂ ചില്ലയാകുന്നേ,
വസന്തമായി ഇതൾ തൊടും വിലോലമായി മിഴിയാകെ കനവേകാൻ മനമാകെ കതിരാടാൻ കാണും നേരം മൗനം പോലും ഗാനമായി മാറുവാൻ ചാരേ തൂവൽ വീശും വെൺപ്രാവിൻ മന്ത്രണം കേൾക്കുവാൻ ഒഴുകാനുള്ളിലെ തേൻമതി വിടരാനുള്ളിലെ വെൺമതി ഒഴുകാനുള്ളിലെ തേൻമതി വിടരാനുള്ളിലെ വെൺമതി വിരലുകൾ കോർക്കാൻ മൃദുമൊഴി കേൾക്കാനായി ഉടലുണരുന്നു ഉயிருണരുന്നു വിരലുകൾ കോർക്കാൻ മൃദുമൊഴി കേൾക്കാനായി ഉടലുണരുന്നു ഉയിരുണരുന്നു ദൂരെ പീലികൾ തന്നിടാം കാതിലായി മെല്ലയാ തേൻമൊഴിയൊന്നിനി ഒഴുകാനുള്ളിലെ തേൻമതി വിടരാനുള്ളിലെ വെൺമതി ഒഴുകാനുള്ളിലെ തേൻമതി വിടരാനുള്ളിലെ വെൺമതി ആ ആ നിഴലുകൾ നീങ്ങി ഇരുളലമായാറായി നദിയൊഴുകുന്നു കിളിയുണരുന്നു നിഴലുകൾ നീങ്ങി ഇരുളലമായാറായി നദിയൊഴുകുന്നു കിളിയുണരുന്നു നാളെ പാടും വീണതൻ തന്തി പാതയിൽ മാഞ്ഞോരാ മുദ്രയിൽ തേടിടാം പാതയിൽ തീർന്നോരാ യാത്രകൾ നാമിനി ഒഴുകാനുള്ളിലെ തേൻനദി വിടരാനുള്ളിലെ വെൺമതി ഒഴുകാനുള്ളിലെ തേൻനദി വിടരാനുള്ളിലെ വെൺമതി തിരി തിരി നറു തിരി തിരിയുടെ കതിരൊളിയോ മൽച്ചേലൂടെ മിഴീണ ചിമ്മിത്തൊഴുതുണരാൻ ഇന്നെന്താണെന്താണോ ചിരി ചിരി ചെറു ചിരി ചിരിയുടെ കുളിരൊളി നീ മുറ്റത്തെ മൺചിരാതിന്റെ ചുണ്ടിലേറുന്നതാരെ കണ്ടാവോ ചേരുന്നേ ആരോ പൊൻതിങ്കളോ
हैरान हूँ कि कुछ भी ना मांगू कभी मैं, जो तुम मेरे हो। ऐसा हो क्यों कि लगता है हासिल सभी है, जो तुम मेरे हो। जो तुम मेरे हो, तो मैं कुछ नहीं मांगू दुनिया से, और तुम हो ही नहीं तो मैं जीना नहीं चाहूँ दुनिया में। और नजरों में मेरे एक जहाँ है जहाँ तू और मैं अब साथ है, और वहाँ कोई नहीं, तू और मैं ही है। और आओगे ऐसे आओगे, तेरी मेरी क्या राहें उजड़ी हैं, और राहों में ही जो तुम आए कभी, हम तो प्यार से ही मर जाएंगे। और आओगे ऐसे आओगे, तेरी मेरी क्या राहें उजड़ी हैं, और राहों में ही जो तुम आए नहीं, हम तो फिर भी तुम्हें ही चाहेंगे, जो तुम मेरे हो। तो मैं कुछ नहीं मांगू दुनिया से, पूछे तू कि तुझ में मैं क्या देखता हूँ, जब चारों तरफ आज कितने ही सारे नजारे हैं। जाने ना तू खुद को यूं ना जाने क्यों, नजरों से मेरी यहाँ देखो ना खुद को जरा, देखो ना जुल्फों से, कैसे जुल्फों से तेरी छुपती प्यारी प्यारी सी मुस्कान है। और नजरें झुकी और नजरें उठी, तो मैं क्या ही करूं बर्बाद मैं तेरे होठों को जिनसे रखती मेरे प्यारे प्यारे नाम है। और दिल का तेरे अब मैं क्या ही कहूँ, क्या बात है। और हाँ देखो यहाँ कैसे आई दो दिलों की ये बारात है, पर क्या खुला आसमां या फिर लाई यहाँ जोरों से बरसात है। चाहे हो छाए भी बादल तो, चाहे फिर भी तुम्हें क्या पता, तुमको मांगू ना कुछ और जो। वे कमलिया मेरे नादान दिल, वे कमलिया मेरे नादान दिल। दो नैनों के पेचीदा सा गलियारे, इनमें खोकर तू मिलता है कहाँ। तुझको अंबर से पिंजरे ज्यादा प्यारे, उड़ जा कहने से सुनता भी तू है कहाँ। गल सुन लिया
वे कमले मेरे नादान दिल वे कमले वे कमले वे कमले ഞാൻ അറിയാതെ പറഞ്ഞു പോയതാ. അതെ, കേൾക്കരുത്.